2026 ഫെബ്രുവരി 4 സിറാജ് എഡിറ്റോറിയൽ. വ്യാപാര കരാറോ കീഴടങ്ങലോ? വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് വഴി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ സംബന്ധിച്ച് ധാരണയിലെത്തിയ കാര്യം അറിയിച്ചത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സ്ഥിരീകരിക്കുകയും കരാർ ഇന്ത്യക്ക് വലിയ നേട്ടമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ആഗോളതലത്തിൽ വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും കരാർ വഴി ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സൃഷ്ടിക്കാൻ സാധിച്ചതായും മോദി പറയുന്നു. തിങ്കളാഴ്ച രാത്രി മോദിയും ട്രംപും തമ്മിൽ നടന്ന അരമണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിനു പിന്നാലെയാണ് ധാരണയിലെത്തിയത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കുകയും തീരുവ 18% കുറയ്ക്കുകയും ചെയ്തതാണ് കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം. ഇതടിസ്ഥാനത്തിൽ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യക്ക് US കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അത് ആഭ്യന്തര ഉൽപ്പാദന മേഖലയ്ക്ക് ഉത്തേജനം സൃഷ്ടിക്കുകയും ചെയ്യും. തുണിത്തരങ്ങൾ, ആഭരണം, സമുദ്രോൽപ്പന്നങ്ങൾ, ഫർണിച്ചർ, വാഹനങ്ങളുടെ പാർട്സുകൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ, ഓർഗാനിക് കെമിക്കൽസ് തുടങ്ങിയവയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. തീരുവ 18% കുറച്ചത് നേട്ടമെങ്കിലും ഇതിനു പകരമായി ഇന്ത്യ ചെയ്യേണ്ടി വന്ന ഇളവുകളെന്തെല്ലാമെന്നത് അവ്യക്തമാണ്. ഇത് സംബന്ധിച്ച് ട്രംപ് നടത്തിയ വെളിപ്പെടുത്തൽ ശരിയെങ്കിൽ കരാർ നേട്ടങ്ങളെക്കാളുപരി ഇന്ത്യക്ക് കോട്ടം സൃഷ്ടിക്കും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്താൻ ഇന്ത്യ സമ്മതിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. പകരം എണ്ണയ്ക്കും ഇന്ധനത്തിനും ഇന്ത്യ അമേരിക്കയെയും വെനസ്വേലയെയും ആശ്രയിക്കും. അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കുമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. കൂടാതെ കൃഷി, ഊർജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ $50,000 കോടി മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യും. തീരുവ ഇളവ് നൽകുന്നതിനാൽ വൻതോതിൽ US ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ ബാധ്യസ്ഥമാണെന്ന് ട്രംപ് പറയുന്നു. രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ വ്യവസ്ഥകൾ. കൃഷിക്ക് വൻതോതിൽ സബ്സിഡി നൽകുന്ന രാജ്യമാണ് അമേരിക്ക. ഇറക്കുമതി തീരുവ കൂടി ഒഴിവാക്കിയാൽ കുറഞ്ഞ വിലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണികളിൽ എത്തിക്കാനാകും. ഇതോടെ ഇന്ത്യൻ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പിടിച്ചടക്കുകയും ഇന്ത്യൻ കർഷകർ ന്യായമായ വില ലഭിക്കാതെ പ്രതിസന്ധിയിലാകുകയും ചെയ്യും. പയർവർഗ്ഗങ്ങൾ, എണ്ണവിത്തുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ വിലയിടിവുണ്ടാകും. ആധുനിക യന്ത്രവൽകൃതമാണ് അമേരിക്കൻ കാർഷിക മേഖല. അവിടെ വൻതോതിൽ ഉൽപാദനം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഭൂരിഭാഗവും ചെറുകിട കർഷകരാണ്. സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലെ കർഷകരോട് മത്സരിക്കാനുള്ള ശേഷിയില്ല ഇന്ത്യൻ കർഷകർക്ക്. അമേരിക്കയുടെ വ്യാപാര കരാർ ചർച്ച നേരത്തെ വഴിമുട്ടിയത് ക്ഷീരമേഖലയിൽ തട്ടിയാണ്. കോടിക്കണക്കിന് ഇന്ത്യൻ ക്ഷീരകർഷകരുടെ ഉപജീവന മാർഗത്തെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഇന്ത്യയിലെ ക്ഷീരോൽപ്പന്ന വിപണി അമേരിക്കക്ക് തുറന്നുകൊടുക്കില്ലെന്ന കർക്കശ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. കൂടാതെ അമേരിക്കയിൽ കന്നുകാലികളിൽ ഉപയോഗിക്കുന്ന വളർച്ചാ ഹോർമോണുകൾ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയുമുണ്ടായിരുന്നു. കർഷകരുടെ താൽപ്പര്യങ്ങൾ ബലികഴിച്ച് ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നാക്കം പോയോ? റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതും തിരിച്ചടിയാകും. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ശക്തികൾ പ്രഖ്യാപിച്ച ഉപരോധത്തെ ചൊല്ലി ഡിസ്കൗണ്ട് നിരക്കിലാണ് ഇന്ത്യക്ക് റഷ്യ എണ്ണ നൽകിയിരുന്നത്. ഇത് സാമ്പത്തികമായി ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും രാജ്യത്ത് ഇന്ധന വിലവർധന ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായകമാകുകയും ചെയ്തിരുന്നു. ഈ സൗകര്യം അവസാനിപ്പിച്ച് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യച്ചെലവ് വർദ്ധിപ്പിക്കും. ഗതാഗത ചെലവിലെയും നിത്യോപയോഗ സാധന വിലയിലെയും വർധന വഴി ഇതിന്റെ പ്രത്യാഘാതം പൊതുജനങ്ങളിലും എത്തിപ്പെടും. റഷ്യൻ എണ്ണ നിർത്തുന്നത് ഇന്ത്യക്ക് പ്രതിവർഷം 1,00,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. $50,000 കോടി ഇറക്കുമതിക്ക് ഇന്ത്യ സമ്മതിച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും ഞെട്ടലുളവാക്കുന്നതാണ്. ഏകദേശം 45.5 ലക്ഷം കോടി രൂപ വരുമിത്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയ 53.5 ലക്ഷം കോടി രൂപയുടെ 85%
ഇത്രയും തുകയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ വ്യാപാരക്കമ്മി വർദ്ധിപ്പിക്കുകയും വിദേശ നാണ്യ ശേഖരത്തെ വൻതോതിൽ ബാധിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ സംയുക്ത പ്രഖ്യാപനമാണ് ഉഭയകക്ഷി കരാറുകളിൽ ഉണ്ടാകാറുള്ളത്. ഇന്ത്യ-യു.എസ്. വ്യാപാര കരാർ ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിലൂടെയാണ് പുറത്തുവരുന്നതെന്നതും ശ്രദ്ധേയമാണ്. മൊത്തത്തിൽ ആശങ്കാജനകമാണ് കരാർ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ. ആശങ്കയകറ്റാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. കരാർ വ്യവസ്ഥകൾ സംബന്ധിച്ച് ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിയല്ലെങ്കിൽ അക്കാര്യം സർക്കാർ തുറന്നു പറയട്ടെ. അല്ലെങ്കിൽ ഇതൊരു കീഴടങ്ങലായി വിലയിരുത്താൻ ജനം നിർബന്ധിതരാകും.